സജ്ജനങ്ങളെ, നീലവൈഡൂര്യത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഷ്ടമശനി ദോഷങ്ങൾ വിട്ടുമാറുന്ന നക്ഷത്രജാതകരാണ് നമുക്ക് പ്രതിപാദിക്കാനുള്ളത്. നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ നക്ഷത്രജാതകർ ശനിദോഷങ്ങൾ വിട്ടുമാറി ജീവിതത്തിൽ സൗഭാഗ്യവും സമ്പൽ സമൃദ്ധിയൊക്കെ ഏറ്റുവാങ്ങാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാരാണ്. ഇവരുടെ ജീവിതത്തിൽ ഇവരനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരു വീഡിയോ, 2 വീഡിയോ, 3 വീഡിയോ ഒന്നും കൊണ്ട് തികയില്ല. ഈ 3 നക്ഷത്ര ജാതകർക്ക് വളരെ വിലപ്പെട്ട ഒരു ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ജൂലൈ മുതൽ നടക്കുന്ന വൻ ശനിമാറ്റം. ശനി വക്രഗതി പ്രാപിക്കുന്ന ഈ സമയത്ത് ഈ നക്ഷത്ര ജാതകർ അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികളെല്ലാം തന്നെ ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഇവരെ വിട്ടൊഴിഞ്ഞ് ജീവിതത്തിൽ ഒരു വലിയ സമ്പൽ സമൃദ്ധിയോ ഐശ്വര്യമോ ഒക്കെ വന്നു ചേരാൻ പോവുകയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ ഇന്നലെ വരെ ഇവരനുഭവിച്ച കാര്യങ്ങൾ വളരെ വലുതാണ്. കാര്യം ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തിട്ടും ഒന്ന് ഉയർന്ന് അല്ലെങ്കിൽ ഒരു ഉയർച്ച ഉണ്ടാകാൻ പറ്റാത്തൊരവസ്ഥ, ജീവിതത്തിൽ പ്രയത്നിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും ഒന്നും ജീവിതത്തിൻ്റെ മേന്മകളിലേക്ക് ഉയർന്നു പോകാൻ പറ്റാത്തൊരവസ്ഥ, കൂടെ നിന്നവരെല്ലാവരും അവരെ അവഗണിക്കുകയും കൂടെ പിറന്നവർ പോലും തള്ളിപ്പറയുന്ന ഒരവസ്ഥ, ജീവിതത്തിൽ പല മേഖലകളിലൂടെ ഇവർ ജീവിച്ച് ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് വരുമ്പോഴും കൂടെ നിന്നവർ ആ പ്രയത്നത്തെ കണ്ടില്ല എന്ന് വയ്ക്കുന്നൊരവസ്ഥയൊക്കെ വരിക. അതുപോലെ ഇവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഓരോ നിമിഷത്തിലും ഇവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് വീണു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ജൂലൈ മുതലുള്ള ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ ജൂലൈ മുതൽ ഡിസംബർ വരെ വരുന്നൊരു കാലഘട്ടത്തിൽ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ തലവര മാറുന്നു എന്ന് വേണം ജീവിതം പറയാൻ പറ്റും. വലിയ ഉയർച്ചയിലെത്താൻ പോവുകയാണ്. ശനിദോഷം വിട്ടുമാറുന്നതോടൊപ്പം തന്നെ ഈ നക്ഷത്ര ജാതകർ കൈവരിക്കാൻ പോകുന്നത് ശനി മഹാദശ നടക്കുന്ന ഒരു സമയത്തിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ശ്രദ്ധിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ശനി എന്ന് പറയുന്നത് നമുക്ക് 2 വിധത്തിലാണ്. ശനി ദോഷഫലങ്ങൾ തരികയും അതോടൊപ്പം തന്നെ ശനി അനുഗ്രഹ ഫലങ്ങളൊക്കെ തരുന്നൊരു ഗ്രഹം കൂടിയാണ് ശനി. ശനി എന്ന് പറയുമ്പോൾ ഭയങ്കര ഡിസിപ്ലിൻ ഉള്ളതും ഭയങ്കര നിഷ്ഠയുള്ളതാണ്. ശനീനെ പ്രസാദിപ്പിക്കുക എന്ന് പറയുന്നത് നമുക്ക് മുടന്തുള്ളവർ, കഷ്ടപ്പെടുന്നവർ, ബുദ്ധിമുട്ടുള്ളവർ, കൈകാലില്ലാത്തവർ, ഇവരെയൊക്കെ നമ്മൾ സഹായിക്കുക, ധാന്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ശനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജാതകവശാൽ ഇപ്പോൾ നിങ്ങൾക്ക് ശനി ദശ നടക്കുന്ന സമയമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രഹത്തിൻ്റെ അപഹാരം നടക്കുന്ന സമയമാണോ എന്നൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. ശനി പാപനാണോ ശുഭനാണോ എന്നൊക്കെ പരിശോധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജനജാതക പ്രകാരം ഏത് ദശ നടക്കുന്ന സമയമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മുന്നോട്ടുള്ള വളർച്ചയ്ക്കും മുന്നോട്ടുള്ള നമ്മളുടെ ജീവിതത്തിനുമൊക്കെ ഇതൊരു ഉപകാരപ്പെടുന്ന സമയമായിരിക്കും. ശനി എന്ന് പറയുന്നത് നമുക്ക് ഐശ്വര്യം തരുന്നതും ോടൊപ്പം തന്നെ ശനി കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്ര ജാതകരുണ്ട്. ഇപ്പോൾ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ശനി വക്രഗതി പ്രാപിക്കുമ്പോൾ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ നന്മകൾ, ഉയർച്ചകളൊക്കെ വളരെ വലിയ തോതിൽ വർദ്ധിക്കുകയും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യുന്നൊരു സമയമാണ്. അഷ്ടമശനി ദോഷങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് ചിങ്ങൻ രാശിയിൽപ്പെട്ട മകം പൂര ഉത്ര നക്ഷത്ര ജാതകരാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പല വിധത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിച്ചു വരുന്ന രാശിക്കാരാണ്. ചിങ്ങൻ രാശിക്കാരെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അഷ്ടമശനി വളരെയധികം ബുദ്ധിമുട്ടുകളാണ് നിങ്ങളെ പലർക്കും പലതരത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അഷ്ടമം എന്ന് പറയുമ്പോൾ മറഞ്ഞിരിക്കുന്ന ഭാവം എന്നാണ്. ഇത്രയധികം പാവനായിരിക്കുന്ന ശനി അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാനാവാത്ത സമയം ജീവിതത്തിൽ നമ്മുടെ അനുഭവങ്ങളുടെ കാര്യത്തിൽ വന്നു ചേരുന്നതൊക്കെ തന്നെ ചെയ്യും. കൂടുതലായിട്ടും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജാതകവശാൽ നിങ്ങൾക്കൊരു നല്ല ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് മാത്രമായിരിക്കും ഇതൊന്നും അനുഭവിക്കാൻ പറ്റാതെ വരുന്നത്. അല്ലാത്ത എല്ലാ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി അഷ്ടമ ദശത്തിൽ സഞ്ചരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ തരുന്നൊരു സമയമാണ്.
മറിച്ച് നമ്മുടെ ജാതകവശാൽ ബുദ്ധിമുട്ടുകളും ദശാകാലങ്ങളും ഒക്കെ ഉള്ളത് അഷ്ടമശനി ദോഷം കാര്യമായി ബാധിച്ചിട്ടുള്ളവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെയാണ്, പ്രശ്നങ്ങളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നതെന്ന് നിങ്ങൾ ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും വ്യത്യസ്തമായ പല പ്രശ്നങ്ങളായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത്. എല്ലാവർക്കും ഒരു പ്രശ്നം തന്നെ ആയിരിക്കില്ല. ചിലർക്ക് സാമ്പത്തികപരമായിട്ടുള്ള പരാധീനതകൾ, ബുദ്ധിമുട്ടുകൾ, നഷ്ടങ്ങൾ, അങ്ങനെ പല രീതിയിൽ സംഭവിക്കാം. ചില ആൾക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ആശുപത്രിവാസങ്ങൾ, അപകടങ്ങൾ, ഓപ്പറേഷൻ പോലുള്ള കാര്യങ്ങൾ, വണ്ടി വാഹനങ്ങൾ കൊണ്ടിട്ടുള്ള അപകടങ്ങൾ സംഭവിക്കാം, കൈകാലുകൾ ഒടിയാം, അംഗഭംഗങ്ങൾ അല്ലെ ശരീരത്തിലെ പല കാര്യങ്ങളിലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാം, കുടുംബങ്ങളിൽ രോഗം വിട്ടുമാറാത്ത ഒരവസ്ഥ ഉണ്ടാകാം, ദാമ്പത്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ജീവിത പങ്കാളിയിൽ നിന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ, ജീവിത പങ്കാളി മൂലമുള്ള ചതികൾ, ജീവിത പങ്കാളി നമ്മുടെ കയ്യിലുള്ള എല്ലാ ധനവും ഊറ്റിക്കൊണ്ടു പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, നമുക്കൊരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ശത്രുതാപരമായിട്ട് കുടുംബാംഗങ്ങളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും വാക്കേറ്റങ്ങൾ, വഴക്കുകൾ, ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനം ഇല്ലാത്തൊരവസ്ഥ വരിക, ശത്രുദോഷങ്ങൾ പെരുകിക്കൊണ്ടേയിരിക്കുക, ശത്രുതാപരമായിട്ടുള്ള പെരുമാറ്റങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്നും, സുഹൃത്തുക്കളിൽ നിന്നും, ബന്ധുക്കളിൽ നിന്നും, തൊഴിൽ മേഖലകളിൽ നിന്നുമൊക്കെ വരിക, തൊഴിൽ മേഖലയിൽ നമ്മളെ ഒറ്റപ്പെടുത്തി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുക, ജീവിതത്തിൽ പല കാര്യങ്ങളിലും നമ്മളെ പിന്തള്ളിക്കളയുക, നമുക്ക് അനുഭവിക്കാനുള്ള യോഗങ്ങളുണ്ടെങ്കിൽ പോലും ആ കാര്യങ്ങളൊന്നും നമ്മുടെ കൈകളിലേക്ക് വരാതിരിക്കുക, നമ്മുടെ പല സ്ഥലങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടു പോവുക, കയ്യിൽ ഒരിക്കലും പണം തികയാതെ വരിക, ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നെഗറ്റീവായിട്ടുള്ള പഴികൾ കേൾക്കേണ്ടി വരിക, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളെയും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥ, ജീവിതത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്ന ഒരവസ്ഥയിലൂടെ മുന്നോട്ട് പോവുക. അതുപോലെ പ്രതിസന്ധികൾ, പലവിധ അപകടങ്ങൾ വഴി കൈയൊടിയുക, കാലൊടിയുക, കാലുകൾ നഷ്ടപ്പെട്ടു പോവുക, വിരലുകൾ നഷ്ടപ്പെട്ടു പോവുക, ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുക, സാമ്പത്തികപരമായിട്ട് കുറച്ച് മെച്ചപ്പെട്ട ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നവരാണെങ്കിലും പല വിധത്തിലുള്ള ചിലവുകൾ ഓരോന്നൊന്നായി ഓരോന്നായി വന്നു ചേർന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ശരിക്കും പ്രതീക്ഷയറ്റ രീതിയിലുള്ള ഒരു ജീവിതം നയിച്ചു കൊണ്ടുപോകേണ്ട ഒരവസ്ഥ, പലവിധ പാഴ്ചിലവുകൾ വന്നു ചേരുക, എന്നിങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലും വലിയ പ്രയാസങ്ങളിലൂടെയാണ് ഈ ചിങ്ങൻ രാശിക്കാരുടെ ജീവിതം എത്തി നിന്നുകൊണ്ടിരിക്കുക. അത് ഈ ചിങ്ങൻ രാശിയിൽപ്പെട്ട മകംപൂര ഉത്തര നക്ഷത്ര ജാതകർ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും താൻ അറിയാതെ അല്ലെ നമ്മളുടെ ഇൻവോൾവ്മെൻറ്റ്സ് ഇല്ലാതെ കോടതി കേസ് വ്യവഹാരം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ചാടുക, അവർ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പഴി കേൾക്കുക, വിവാഹം പോലുള്ള കാര്യങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും നടക്കാതെ പോവുക, അല്ലെങ്കിൽ വിവാഹങ്ങളെല്ലാം ഒരുമിച്ച് നടന്ന് ബന്ധങ്ങളൊക്കെ ആയി നമ്മുടെ എൻഗേജ്മെൻറ്റ് വരെയൊക്കെ ആയി ലാസ്റ്റ് കല്യാണം എത്തുന്നതിന് തൊട്ട് മുമ്പ് അത് അലസി ഇല്ലാതെയായി പോവുക, ഇങ്ങനെ പല അവസ്ഥയിലൂടെയാണ് ഇവരുടെ വിവാഹ ജീവിതം നടക്കാത്ത പോയ പല ആൾക്കാരും നമ്മളുടെ കൂടെ തന്നെയുണ്ട്. ദാമ്പത്യപരമായ കുടുംബജീവിതങ്ങൾ പോലും പ്രശ്നങ്ങൾ ഉണ്ടാവുക, അങ്ങനെ വിവാഹമോചനം പോലുള്ള കാര്യങ്ങളിലെത്തുക, പലവിധ കാരണങ്ങൾ കൊണ്ട് പിരിഞ്ഞു നിൽക്കേണ്ട ഒരവസ്ഥ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതെല്ലാം തിരിച്ച് നെഗറ്റീവായിട്ട് ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരവസ്ഥ. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജൂലൈ മാസം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇതെല്ലാം തന്നെ വിട്ടുമാറി. ഇപ്പം പറഞ്ഞ എല്ലാ കാര്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദുരിത ദോഷ ഫലങ്ങളെല്ലാവരും എല്ലാം തന്നെ ഈ ഒരു ജൂലൈ മാസം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറും. അഷ്ടമശനി ദോഷങ്ങൾ വിട്ടുമാറുക, അത് പൂർണ്ണമായിട്ട് വിട്ടുമാറുക എന്ന് വേണം പറയാനായിട്ട്.
ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഒഴിഞ്ഞു പോകും. സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ നിങ്ങളിൽ നിന്ന് എന്നേക്കുമായിട്ട് അകന്നു പോകും. വിവാഹമോചനത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന ദമ്പതികൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. കോടതി വ്യവഹാരങ്ങളിൽ നിന്ന് പൂർണ്ണമായി തന്നെ മോചനം ലഭിക്കുന്നൊരവസ്ഥ നിങ്ങളിലേക്ക് വന്നു ചേരും. വിട്ടുമാറി നിൽക്കുന്ന ആൾക്കാർ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട്, ഭാര്യ ഭർത്താക്കന്മാർ പൂർണ്ണമായിട്ട് വിട്ടുമാറി രണ്ടായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ജീവിതം സന്തോഷകരമാകുകയും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ പരിഹരിച്ച് ജീവിതത്തിൽ ഒരു മുന്നേറ്റം നടത്തുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഈ ഒരു ശനി, അഷ്ടമശനി നിങ്ങളിൽ നിന്ന് വിട്ടുപോകും. ഈ ഒരു ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ മാറ്റങ്ങളാണ്. വിവാഹ തടസ്സങ്ങൾ നേരിട്ട് നിന്നവർക്ക് നിങ്ങൾക്ക് അനുകൂലമായ രീതിയിലുള്ള ഒരു നല്ല വിവാഹ ബന്ധം തന്നെ വന്നു ചേരും. ഇന്നലെ വരെ അനുഭവിച്ചിരുന്ന നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായിട്ട് വരികയും മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകും. രോഗപീഠകളെല്ലാം തന്നെ ഇല്ലാതെയാകും. തൊഴിൽ മേഖല, കർമ്മമേഖല എല്ലാം തന്നെ നിങ്ങൾക്ക് ആക്ടിവേറ്റഡ് ആകും. പോസിറ്റീവായ കാര്യങ്ങൾ വന്നു ചേരും. അഷ്ടമശനി വിട്ടുമാറി ആരോഗ്യം, സാമ്പത്തികം, ധനം, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ എല്ലാം തന്നെ ഒഴിഞ്ഞു പോകും. ചിങ്ങൻ രാശിക്കാരായ സ്ത്രീ പുരുഷന്മാർക്ക് ജീവിതം വളരെ മനോഹരമായ രീതിയിൽ നന്മകൾ കൊണ്ട് ജീവിതം നിറഞ്ഞ് സന്തോഷകരമായ ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും കടന്നെത്തും. അതുമാത്രമല്ല, ജീവിതം പൂർണ്ണമാകുന്ന ഒരവസ്ഥ വരും. ചിങ്ങൻ രാശിയുള്ള മകം, പൂര, ഉത്രം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. എല്ലാ മംഗളങ്ങളും നേരുന്നു.